അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. രാവിലെ തന്നെ നമ്മൾ റെഡിയായി കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോളേജിലാണെങ്കിൽ 2 ദിവസം മുന്നേ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ കോളേജ് ഡെക്കറേറ്റ് ചെയ്തും ഒക്കെ സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മാവേലിയുടെ എൻട്രി ആയിരുന്നു. ഇപ്പോൾ ചെണ്ടമേളവും ബാക്കി സെറ്റപ്പൊക്കെ ആയിട്ടായിരുന്നു. എല്ലാ കൊല്ലം അങ്ങനെയാണ് മാവേലി വരുന്നത്. അപ്പോൾ മാവേലിയൊക്കെ ഒരു 9:30 ആയിക്കഴിഞ്ഞ് ബാക്കി ആഘോഷങ്ങളൊക്കെ നമ്മൾ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കോളേജിൻ്റെ ഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ പോകുന്നായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ കളറൊക്കെ ഇട്ട് റോഡിൽ ആദ്യം മാവേലി വരുന്നതിൻ്റെതായ എല്ലാ ആരവങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളേജ് ഗ്രൗണ്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ പേര് ഇങ്ങനെ വണ്ടിയിലും വൈബായിരുന്നു, രസമായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജ് ഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പൂരത്തിനൊക്കെ കാണുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ ഗ്രൗണ്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ദിവസം ഇല്ലാതിരുന്ന മഴ പെട്ടെന്നായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് അങ്ങനെ മഴയൊക്കെ പെയ്ത് എല്ലാവരും വന്നതെല്ലാം ഉടുത്തൊരുങ്ങി വന്ന എല്ലാം കൊള്ളായി. നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലോട്ടൊക്കെ കയറി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴയൊക്കെ കുറഞ്ഞ് സെറ്റായി. ബാക്കി ഓണക്കളികളും ഓണാഘോഷങ്ങളും വടംവലി അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഇതിൽ നല്ല അടിപൊളിയാക്കി നടന്നു. അപ്പം അങ്ങനെ നമ്മുടെ 4th ഇയറിലെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണം സെലിബ്രേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷനും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്നാണല്ലേ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം വേറെ ഏതെങ്കിലും ഒരു അവസരം വരാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.